പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 18-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഇന്ന് പ്രാർത്ഥിക്കാം. നാളത്തെ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാളിന് ഏറ്റവും നന്നായിട്ട് ഈ ദിവസം ഒരുങ്ങാൻ നമുക്ക് പരിശ്രമിക്കാം. പുതിയ പ്രഭാതം നൽകിയ നല്ല തമ്പുരാന് നന്ദി പറയാം. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ ഒപ്പമായിരിക്കട്ടെ. ഈശോ കൂടെ ഉണ്ടാകട്ടെ എല്ലാ പ്രവർത്തന മേഖലകളിലും. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വചനം ധ്യാനിക്കാം. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. കർത്താവിന് ചേരുന്ന ഹൃദയങ്ങളും കർത്താവിന് ചേരുന്ന സാഹചര്യങ്ങളും ഒത്തുവരുമ്പോൾ അവിടെ കർത്താവ് വസിക്കാൻ തുടങ്ങും. മറ്റൊരു ക്രിസ്തുവായി ആ സമൂഹം, ആ വ്യക്തികൾ മാറാൻ തുടങ്ങും. കർത്താവെ, കൂട്ടായ്മയിൽ അങ്ങയെ സ്തുതിക്കാൻ, അങ്ങയെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.